സൈന്യം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രേക്ഷകർ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. വെള്ളാർമലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സൈന്യം. നമ്മുടെ പ്രതിനിധി സാനിയോ അവിടെയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങളാണ്. മുണ്ടക്കൈ ഗ്രാമത്തിൽ ഇടിഞ്ഞു വീണ മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെയും ചൂരൽമലയുടെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രദേശം മുഴുവൻ എങ്ങനെയാണ് ഒരു വലിയ ഉരുൾപൊട്ടലിൽ തകർന്നു പോയത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ഭാഗത്തുണ്ടായിരുന്ന ചുരുക്കം ചില കെട്ടിടങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. എല്ലാം നിലം പൊത്തിയിരിക്കുന്നു, എല്ലാം ആ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു, എല്ലാം ആ ചെളിയുടെ അടിയിൽപ്പെട്ടിരിക്കുന്നു. ആകാശ ദൃശ്യങ്ങൾ അത്രമേൽ ഭീതിതമായ ദൃശ്യങ്ങളാണ്. ഇത് ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അത് ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിന് സമീപത്താണ് നേരത്തെ ഒരാൾ പുതഞ്ഞ നിലയിൽ നമ്മൾ കാണപ്പെട്ടത്. ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൻ്റെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. ഇത്രയും വലിയ ഒരു ദൃശ്യമാണെങ്കിൽ എത്രമാത്രം അപകടമുണ്ടായിരിക്കും, അപകടത്തിൻ്റെ വ്യാപ്തി എത്രയായിരിക്കുമെന്നത് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ചൂരൽമലയിൽ നിന്ന് 100-ലധികം പേരെ ഇപ്പോൾ അവിടെ നിന്നും അവർ ഒറ്റപ്പെട്ട നിലയിലാണ്. പല ആൾക്കാരെയും കാണാനില്ല എന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നു. നിരവധി ആളുകൾ നമ്മളോടും വിളിക്കുന്നുണ്ട്. 100-ലധികം പേരെ രക്ഷാദൗത്യം രക്ഷപ്പെടുത്തി എന്നൊരു വാർത്ത കൂടി എത്തുന്നു. ആശ്വാസകരമായി എത്തുന്ന വാർത്തയാണ്. പക്ഷേ ഇനി മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് എല്ലാവരുടെയും ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്നും ഉഷ വിളിക്കുന്നുണ്ട്. നമസ്കാരം ഉഷ. എവിടെ? ബുഷറ നമസ്കാരം. ബുഷറ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ബുഷറ, മുണ്ടക്കൈയിൽ ഇപ്പോൾ ഒരു വീടിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളാണ് എന്ന് തോന്നുന്നു. നേരത്തെ വിളിച്ചത് സുനിൽകുമാറാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ 58 മരണം എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സുന്ദർ നമുക്കൊപ്പം ചേരുന്നു. സുന്ദർ സംസാരിച്ചോളൂ. സുന്ദർ സംസാരിച്ചോളൂ. നമസ്കാരം. സുന്ദർ കേൾക്കാമോ? ഓക്കെ, നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. നമുക്കുള്ള കോൺടാക്റ്റുകളിൽ ട്രീ വാലിയിൽ ഇപ്പോൾ സുന്ദറുണ്ട്. സുന്ദർ നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം, പറയൂ. സുന്ദർ, ആരാണ് ഈ മുണ്ടക്കൈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്, അതോ ചൂരൽമല ഗ്രാമത്തിലാണോ? ഇത് മുണ്ടക്കൈയില്. പേരെന്താണ്, പറയൂ. അവരുടെ പേര് സജിമോൻ, രുക്മണി, നിത. സജിമോൻ, രുക്മണി, നിജ. ഇവർ 3 പേരുടെയും വീട് എവിടെയായിരുന്നു? പള്ളി മദ്രസയുടെ അടുത്തായിരുന്നോ അതോ മറ്റേ ട്രീ വാലിയിലായിരുന്നോ? അതിന്റെ താഴെ, റിസോർട്ടിന്റെയും താഴെയായിരുന്നു അല്ലേ? അതെ, റിസോർട്ടിന് താഴെ. പള്ളിയുടെയും താഴെയായിരുന്നോ? ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ താഴെ. ക്രിസ്ത്യൻ പള്ളിയോ അതോ മദ്രസയോ? മദ്രസയും കുറെ താഴെ വരും. അവിടെ ഒരു 3 കൂടിയ റോഡുണ്ട്. മദ്രസയ്ക്കും താഴെ അല്ലേ? വീടാണ് മദ്രസയ്ക്കും താഴെ അവരൊക്കെ തൊട്ട വീടാണ്. അവിടെ മൊത്തം പോയി എന്നാ പറയുന്നത്. ആ ഭാഗത്തെ എല്ലാ വീടുകളും പോയി നിർഭാഗ്യവശാൽ. നമുക്ക് നോക്കാം, അതിലെ ആള് കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ശരി, നോക്കാം. അല്പസമയത്തുള്ളിൽ ആ വിവരം അറിയാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിരുന്നോളൂ. നമ്മൾ എന്തായാലും അവിടെ ദൗത്യസംഘം എത്തുന്നുണ്ട്. ഞങ്ങളുടെ വാർത്താ സംഘം അവിടെയുണ്ട്. ഒരിക്കൽ കൂടി ആ പേര് PCR നോട്ട് ചെയ്തിട്ട് എന്നെ അറിയിക്കേണ്ടതാണ്.